ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കത്തിക്കാണല്ലേ. ഇത് ഗൈസ് നല്ലൊരു നീളമുള്ള അണലിയാട്ടോ ഗൈസ്. നല്ലൊരു വല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ നല്ല രീതിക്ക് തന്നെ പേടിച്ചു. കാരണം ഈ പരിസരത്ത് പാമ്പ് നല്ല രീതിക്ക് തന്നെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചായിരുന്നു. ഇത് ഇവിടുത്തെ ജോലിക്കാരോട്ടോ ഗൈസ് കണ്ടത്. അതിൻ്റെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി ഒന്ന് കയറിയായിരുന്നു. അതുകൊണ്ട് പാമ്പ് അവിടെ മൂലയിൽ പോയി അനങ്ങാതെ കിടന്നു. നല്ല രീതിയിൽ നീളമുള്ള, നിങ്ങൾ പിടിക്കുന്ന കണ്ടാൽ തന്നെ അറിയാമല്ലോ ഗൈസ്. പാമ്പ് പിടുത്തക്കാരൊക്കെ വന്നു. അപ്പോൾ അവർ പിടിക്കണം. നല്ല രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ ബൈറ്റ് ചെയ്യാൻ നോക്കി. ഞങ്ങളൊക്കെ നല്ല രീതിക്ക് പേടിച്ചു കേട്ടോ. അപ്പോൾ അത് കുപ്പിലോട്ട് കയറുന്നുണ്ട്. അത് കയറുന്നില്ല, പാമ്പ് കയറത്തില്ലല്ലോ അല്ലെങ്കിൽ. അപ്പം ഈ കയറുന്ന ഇടയ്ക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ ബൈറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ലൊരു നമ്മളുടെ ഒരു കാലിൻ്റെ അത്രയും ഒരു വലിപ്പം വരുമായിരിക്കും. അപ്പം നല്ല രീതിക്ക് തന്നെ വലുതായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ കൊണ്ടടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് തന്നെ കയറ്റും കേട്ടോ ഗൈസ്. മതിൽ ചേർത്ത് വെച്ചിട്ട് അവർ കയറ്റുകയാണ്. അവർ കയറ്റിയത് അതിൻ്റെ വാലിൽ ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ദേഹമൊക്കെ ബുളുബുളാന്നിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ അവരുടെ ദേഹം കണ്ടപ്പോൾ എനിക്ക് എന്തോ കണക്ക് തോന്നി. ഇതേൻ്റെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരും കേട്ടോ ഗൈസ്. ഇതേ കണ്ടില്ലേ, നമുക്ക് ബോട്ടിൽ വന്നിട്ട് കാണിച്ചു തരും കേട്ടോ. ഇതാട്ട് പാമ്പ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി, നല്ല നീളമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നല്ല രീതിക്ക് തന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കണ്ടില്ലേ ഗൈസ്, നല്ല നീളമുണ്ട്. നല്ല അടിപൊളി അണലി ആട്ടോ ഗൈസ്. അതിൻ്റെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, ബോട്ടിൽ കിടന്ന് ബൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി നല്ല രീതിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. കാരണം ഇത് മണ്ണെണ്ണയൊന്നും ഒഴിക്കേണ്ട. ഈ പാമ്പ് വരുന്നത് നമ്മൾ ഈ പരിസരത്ത് വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് ഈ പാമ്പ് അധികമായിട്ട് വരുന്നത്. പിന്നെ ഈ ഉള്ളി ചതച്ചിട്ട് അതൊന്നും ചെയ്യേണ്ട. കാരണം അങ്കിൾ തന്നെ പറഞ്ഞായിരുന്നു, ഉള്ളിയുടെ അടിയിൽ നിന്ന് ഞാനൊരു പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്കിളിന് പാമ്പിനെ പിടിക്കാൻ വേണ്ടി കോളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതാട്ടോ നല്ല രീതിക്ക് തന്നെ അടിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്കിൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു ഇതിന് എങ്ങനത്തെയാണ് വിഷം എന്ന് വെച്ചാൽ. ഈ പാമ്പ് തന്നെ 4 തരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെനിക്കിപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിസരത്തൊന്നും ഉള്ളിയും മണ്ണൊന്നും കളയണ്ട. അത് നിങ്ങൾ വേസ്റ്റ് ഇടുന്നത് കുറച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ പാമ്പുകൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.